സോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ അഗ്രികൾച്ചർ കോഴ്സ്, അതായത് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ അറ്റ് SRM CASൻ്റെ ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മളുടെ എനിക്ക് വന്നിട്ടുള്ള പുതിയ സിലബസും അതുപോലെ ഇനി ജൂനിയേഴ്സിന് വരാൻ പോകുന്ന പുതിയ സിലബസും, അതായത് 6th ഡീൻ കമ്മിറ്റിയിലെ പുതിയ സിലബസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അബൌട്ട് ഫീസ് സ്ട്രക്ചർ, ദിസ് ഈസ് ഗൈസ് ഓക്കെ. സോ അബൌട്ട് ഫീസ് സ്ട്രക്ചർ, നമുക്ക് ഇപ്പോൾ ഒരു സെമിസ്റ്റർ വൈസാണ് ഫീസ് കൊടുക്കുന്നത്. അല്ല, ഒരു വർഷം വൈസ് ഫീസ് കൊടുക്കുന്നത്. അതെല്ലാം വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഇങ്ങനെ മന്ത്ലി പേയ്മെൻ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ ക്വാർട്ടർ ഫീസായിട്ടോ അങ്ങനെയൊന്നുമില്ല. എല്ലാം വൺ ടൈം പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ, അതായത് നമ്മൾ അഡ്മിഷൻ ഫസ്റ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു 1,80,000 അറൗണ്ട് 2 ലാഖിൻ്റെയാണ് നമ്മളുടെ ഫീസ് ഓരോ വർഷം. പക്ഷേ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ 12th മാർക്സ് ബേസ് നമുക്ക് കുറച്ച് റിഡക്ഷൻ കിട്ടും. ഒരു കൈൻഡ് ഓഫ് സ്കോളർഷിപ്പ് സംഭവം. ഒരു 10,000 to 20,000 റിഡക്ഷൻ കിട്ടും. അതിന് 1,80,000 ഒരു ഇത് വരും, റിഡക്ഷൻ വരും. അല്ലെങ്കിൽ 1,90,000 അക്കോർഡിംഗ് ടു മാർക്സ്. അതനുസരിച്ച് നമുക്ക് റിഡക്ഷൻ കിട്ടും ഫീസ് സ്ട്രക്ചറിൽ. അത് കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റലിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ, കാരണം ഇവിടെ അടുത്ത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൻ്റെ വൺ ടൈം പേയ്മെൻറ്റാണ്. അതായത് 1,10,000 ആണ് ഹോസ്റ്റലിൻ്റെ പേയ്മെൻറ്റ്. അതായത് ഈ 2 ലാഖിൻ്റെ മറ്റേ കോഴ്സും ഹോസ്റ്റൽ ഫീസും കൂടെ വന്നിട്ട് 3,20,000 ആണ് നമുക്ക് വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വേറെ ഇതിലൊരു പാർട്ടീഷൻ ടൈപ്പ് പേയ്മെൻ്റ് ഒന്നും ഇല്ല. പാതി ഇത്ര അടച്ചു, പാതി അത്ര അടച്ചു, ഇല്ല. അഡ്മിഷൻ സമയത്ത് സ്റ്റാർട്ടിങ് ഒരു കൗൺസിലേഷൻ ഫീ എന്ന് പറയുന്നത് 10,000 എടുക്കും. അത് ഈ ഫീസിൻ്റെ ഭാഗമായിട്ട് ഫീസിന് 1% അവർ എടുക്കുന്നത്. അത് കുറച്ചിട്ട് പിന്നെ ബാക്കി കൊടുത്താൽ മതി നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 10,000 എടുക്കും കൗൺസിലിംഗ് ഫീ. അത് കഴിഞ്ഞിട്ട് 1 ലാഖ് ഇതായിട്ട് എടുക്കും, എനിക്ക് കോഴ്സായിട്ട്. പിന്നെ അതിന് ശേഷം 70 or 80 അക്കോർഡിംഗ് ടു ദാറ്റ്. ടോട്ടലി ഒരു 1,80,000 അറൗണ്ട് എനിക്കായി സ്റ്റാർട്ടിങ് ടൈമിൽ അഡ്മിഷൻ കൊടുക്കുമ്പോഴത്തേക്ക്. 2 ലാഖിന് പകരം 1,80,000 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ ഫീ വൺ ടൈം പേയ്മെൻറ്റ് 1,10,000. ഓക്കെ, അതത്ര. അത് ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒറ്റ അടിക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ഒരു വർഷത്തേക്ക് ഒറ്റ പേയ്മെൻറ്റാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഇത് നമുക്ക് ബുക്സ്, കാര്യങ്ങൾ, റെക്കോർഡ്സ് ഒന്നും ഇവിടെ തരത്തില്ല. എല്ലാം നമ്മളുടെ പൈസയ്ക്ക് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. കോട്ട് തരത്തില്ല, യൂണിഫോമിൻ്റെ പൈസ സ്വന്തം അടയ്ക്കണം, ബുക്സ് ഇല്ല, സാധനങ്ങളൊന്നുമില്ല, ഒന്നും തരത്തുമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബുക്ക് കിട്ടും, ഒന്നും കിട്ടില്ല. നമ്മൾ വരിക, നമ്മുടെ പൈസ കൊടുക്കുക, നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, തന്നെ സോഫ്റ്റ് കോപ്പി, എന്നിട്ട് അത് വെച്ച് പഠിക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ ഇനി സിലബസിൻ്റെ കാര്യം വരുവാണെങ്കിൽ, അഗ്രികൾച്ചർ ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റ്. അതിനകത്ത് പഠിക്കാത്ത ഒന്നുമില്ല. വെറ്റിനറി വരും, അഗ്രോണമി വരും, പാത്തോളജി, പ്ലാന്റ് ഡിസീസ് പാത്തോളജി വരും, എൻറ്റമോളജി വരും, പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാർമിംഗ് സിസ്റ്റം, മാത്സ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലത്തെ കുറേ ഐറ്റംസ് കാണും. സോ ഇപ്പം വരാൻ പോകുന്ന പിള്ളേരുടെ, അതായത് എൻ്റെ ജൂനിയേഴ്സിൻ്റെയും എനിക്ക് വന്നിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ 6th ഡീൻ കമ്മിറ്റിയുടെ പുതിയ സിലബസാണ്. അപ്പോൾ ഇതുവരെ ഈ സിലബസ് വന്നിട്ടില്ല. പുതിയതായോണ്ട് വരത്തില്ലല്ലോ. ഇതിനു മുമ്പ് നമുക്കുള്ള എല്ലാ ബാച്ചുകാർക്കും 5th ഡീൻ കമ്മിറ്റിയുടെ സിലബസ് ആയിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് ആ കമ്മിറ്റിയുടെ സിലബസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ പുതിയ സിലബസ് വരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ സിലബസ് ഞാൻ മുമ്പത്തിൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എക്സ്പോഷർ വിസിറ്റ്സ് ഒന്നുമില്ല നമ്മുടെ സിലബസിനകത്ത്. അത് ഇൻക്ലൂഡഡ് അല്ല, കാരണം പുതിയ സിലബസ് അനുസരിച്ച് പുതിയ കുറേ സബ്ജക്ട്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റ് കാര്യങ്ങൾ അല്ലെങ്കിലേ ഇല്ല. ഇവരുടെ ഇവൻറ്റ്സ് മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഇവൻറ്റ്സ് ആയിട്ടൊന്നും ഇടാനില്ല. അത് ഇവരുടെ 2 ഇവൻറ്റ്, ഒരു സയറ, ഒരു അത്തീന, ഇത് 2 മാത്രമേ ഇവരുടെ ഇവൻ്റ് ആയിട്ടുള്ളൂ. വേറെ ഇവൻ്റായിട്ട് കൾച്ചറൽസ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സെമിനാർ, പിന്നെ ഓരോ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസിൻ്റെ ഓരോ സെമിനാർസ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇവൻ്റ് ആയിട്ടൊന്നുമില്ല. ഇതൊന്നും ഇവൻ്റ് അല്ല, സെമിനാർസ് ഒന്നും ഇവൻ്റ് അല്ല, ലെക്ചേഴ്സ് ഇങ്ങനെ. പിന്നെ നമ്മുടെ സീനിയേഴ്സിന് 5th ഡീൻ കമ്മിറ്റിയുടെ സിലബസ്, പഴയ സിലബസ് അനുസരിച്ച്
ഇവർക്ക് ഇൻ സെമിസ്റ്റർ എക്സാം ഉണ്ട്, സെം എക്സാം, പ്രാക്ടിക്കൽ എക്സാം, ഈ 3 എക്സാംസ് ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ സിലബസായ നമുക്ക് ആദ്യം പ്രോഗ്രസീവ് അസസ്മെൻറ്റ് 1, പിന്നെ ഇൻ സെമിസ്റ്റർ, പ്രോഗ്രസീവ് അസസ്മെൻറ്റ് 2, പ്രാക്ടിക്കൽ എക്സാം, പിന്നെ സെം എക്സാം. നമുക്ക് ടോട്ടൽ 5 എക്സാം ഉണ്ട്. അതിന് പണ്ടത്തെ അവരെക്കാട്ടി 2 എക്സാംസ് എക്സ്ട്രാ കൂടിയിട്ടുണ്ട് നമുക്ക്. ഈ പ്രോഗ്രസീവ് അസസ്മെൻറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിൻ്റെ, ഈ പ്രോഗ്രസീവ് അസസ്മെൻറ്റ് എല്ലാം 10 മാർക്കിൻ്റെ. നമുക്ക് ഒന്നെങ്കിൽ ഇവർ ലൈക്ക് എന്താ അസൈൻമെൻറ്റ്സും കാര്യങ്ങളായിട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് എന്താ 10 മാർക്കിൻ്റെ എക്സാം കണക്ക്, പക്ക എക്സാം കണക്ക്, നോട്ട് ക്ലാസ് ടെസ്റ്റ് മാതിരി ഒന്നുമില്ല, എക്സാം കണക്ക് തന്നെ അവർ ഇടുന്നത്, എക്സാം ഹാളിൽ ചെന്നിട്ട് തന്നെയാണ് ഇവർ ഇടുന്നത്. അപ്പോൾ പിന്നെ സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രോഗ്രസീവ് അസസ്മെൻറ്റ് ഫുൾ എക്സാം ആണെങ്കിൽ അടുത്ത പ്രോഗ്രസീവ് അസസ്മെൻറ്റ് വരത്തില്ല, ഇൻ സെമിസ്റ്ററിന് ശേഷം അത് മിക്കവാറും അസൈൻമെൻറ്റും പിന്നെ എന്തുവാ ക്ലാസ് എടുക്കുന്നതും അത് പ്രസൻറ്റേഷനും അതുപോലത്തെ ടൈപ്പൊക്കെ ആയിരിക്കും. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പുതിയ സിലബസിന് കുറച്ചുകൂടി അഡ്വാൻസ് സിലബസാണ്. അതായത് പഴയ സിലബസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് 3rd സെമിസ്റ്റർ, അതായത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ കയറുന്ന സമയത്തുള്ള സിലബസ്, പിന്നെ 4th ഇയറിൽ വരുന്ന സിലബസ്, അതിലുള്ള കണ്ടൻറ്റും ലെക്ചേഴ്സൊക്കെ നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിലേ ഉണ്ട്. അത് പുതുതായിട്ട് വന്ന. പിന്നെ വേറെ കാര്യങ്ങളായിട്ട് പറയുവാണെങ്കിൽ എന്താ പഠിക്കാൻ കുറച്ച് ഉണ്ട്, കാര്യമായിട്ടുണ്ട്. നമ്മളിങ്ങനെ അവർക്ക് കുറച്ചുകൂടി ഈസിയാണെന്നല്ല, അവർക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു. നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ 3 മാസം പഠിത്തം, പിന്നെ 3 മാസം ഫുൾ എക്സാമാണ്. കാരണം ഈ 3 മാസം ഫുള്ള് ഇത് തന്നെ, ഈ 5 എക്സാമാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വല്ലതും പഠിപ്പിക്കും പോവും. പിന്നെ എക്സാമിൻ്റെ ഗ്യാപ്പൊന്നുമില്ല. ഡോണ്ട് എക്സ്പെക്ട് സ്കൂൾ ടൈം ഗ്യാപ്പൊന്നുമില്ല, ഗ്യാപ്പേ ഇല്ല. പിന്നെ ഈ പ്രോഗ്രസീവ് 10 മാർക്കിൻ്റെ, ഇൻ സെമിസ്റ്റർ 20 മാർക്കിൻ്റെ, ചില സബ്ജക്റ്റിനകത്ത് 30 മാർക്കിൻ്റെ. കാരണം ചില സബ്ജക്റ്റിന് പ്രാക്ടിക്കൽസ് ഇല്ല, 2-3 സബ്ജക്റ്റിന് പ്രാക്ടിക്കൽസ് ഇല്ല. പ്രാക്ടിക്കൽസ് ഇല്ലാത്ത എക്സാം ആണെങ്കിൽ എന്താ നമുക്ക് 30 മാർക്കിൻ്റെ വരും. ബാക്കി അല്ലാത്ത മെയിൻ കോഴ്സ് സബ്ജക്റ്റൊക്കെ 20 മാർക്കിൻ്റെ വരും. പിന്നെ പറയാനാണെങ്കിൽ പിന്നെന്താ ഉള്ളത്, ഇൻ സെമിസ്റ്റർ 30-20 മാർക്കിൻ്റെ, പിന്നെ അടുത്ത പ്രോഗ്രസീവ് അസസ്മെൻറ്റ് 10 മാർക്കിൻ്റെ, പിന്നെ പ്രാക്ടിക്കൽസ് എല്ലാം 30 മാർക്കിൻ്റെ, പിന്നെ സെം എക്സാം 100 മാർക്കിൻ്റെ. ഓക്കെ, ഇനി എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രസീവിൻ്റെ പാറ്റേണായിട്ട് ഫുൾ MCQ ആയിട്ട് വരും 10 മാർക്കിന്. ഇൻ സെമിസ്റ്റർ എക്സാം പിന്നെ തിയറി അങ്ങനെ വരും 5 മാർക്കിൻ്റെ, അല്ല 2.5 മാർക്കിൻ്റെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ. അതനുസരിച്ച് എക്സാം പാറ്റേൺ എനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വന്നിട്ട് പഠിച്ചാൽ മതി. ഇങ്ങനെ ഇപ്പോഴേ വന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോപ്പായി പോവും. പിന്നെ ഫസ്റ്റ് സെമിസ്റ്ററിലെ സബ്ജക്ട്സ് കുറച്ച് ഈസിയാണ്, മാത്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ മാത്സ് വേണം അങ്ങനെയൊന്നുമില്ല, മാത്സ് പഠിച്ചിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആവണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ബയോ CS ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. ഞാൻ ബയോ CS ആയിരുന്നു. അപ്പോൾ മാത്സ് ടഫൊന്നുമില്ല, ഈസി മാത്സാണ്, ഈസി ഗോ മാത്സാണ്. പിന്നെ ഇവർ തന്നെ മെറ്റീരിയലൊക്കെ തരുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കമ്പ്യൂട്ടറുണ്ട്, പിന്നെ പൈത്തൺ, ജാവ ആ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിൾ കോഡിങ്സ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ് പിന്നെ പഴയ സിലബസിൽ സെക്കൻഡ് സെമിസ്റ്റർ ഒന്നും കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു, പക്ഷേ പുതിയ സിലബസിൽ സെക്കൻഡ് സെമിസ്റ്റർ കമ്പ്യൂട്ടർ ഉണ്ട്. പിന്നെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറേ ഫീൽഡ് വെച്ചിട്ട് നമ്മൾ എക്സ്പോഷർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ എക്സാമും കാര്യങ്ങളും എക്സാം 3 മാസം ഫുൾ എക്സാമാണ്. ഈ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എക്സാം മാത്രമേ ഉള്ളൂ. ഈ എക്സാമുകളുടെ ഇടയ്ക്ക് പോലും നേരെ ചൊവ്വ ഗ്യാപ്പില്ല. ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, 8 ദിവസം ലീവ്, പിന്നെ അടുത്ത എക്സാം, പിന്നെ 8 ദിവസം ലീവ്, അല്ലെങ്കിൽ 8 to 12 ദിവസം ലീവ്, പിന്നെ അടുത്ത എക്സാം, പിന്നെ 8 to 12 ദിവസം, പിന്നെ അടുത്ത എക്സാം, പിന്നെ 8 to 12 അടുത്ത എക്സാം. പിന്നെ ഈ ഈ പ്രോഗ്രസീവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ സെമിസ്റ്റർ സെമ്മിൻ്റെ ഇടയ്ക്ക് ഏകദേശം 1 മാസം ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രോഗ്രസീവ് 2 ഉണ്ട്. പിന്നെ അത് പിന്നെ സ്ട്രെസ് എടുക്കേണ്ട, നമുക്ക് ഫുള്ള് എഴുതാൻ മാത്രമേ ഉള്ളൂ. ഫുൾ ബഞ്ച് ഓഫ് ബുക്ക് എടുക്കുക, മറ്റേ ബോണ്ട് പേപ്പർ ഇല്ലേ നമ്മളെ മറ്റേ ബഞ്ചിൽ പേപ്പേഴ്സ് ഇട്ടുന്ന
അത് പറ്റുവാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാണ് ലാഭം. അത് 360 രൂപ 270 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് 500 പേപ്പർ ഏകദേശം കിട്ടും. നമ്മൾ ഓരോ രൂപ വെച്ച് കൊടുക്കുക. കാരണം ഇവിടെ എഴുതാനേ ഉള്ളൂ. നിങ്ങൾ പുതിയ സിലബസിന് എഴുത്ത് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ റെക്കോർഡിന് പ്രിൻ്റ് എടുക്കത്തില്ലേ, പ്രിൻ്റ് എടുക്കത്തില്ലേ, അതിന് നമ്മൾ റിസൾട്ടായിട്ട് എഴുതുകയല്ലേ ചെയ്യുന്നത്. അത് ആ പ്രിൻ്റ് നമ്മൾ എഴുതണം, പേപ്പർ നമ്മൾ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഈ കോളേജ് ഈസ് ഓൾ അബൌട്ട് മണി. പൈസ പോകുന്ന വഴി നമ്മളറിയും. പിന്നെ ഇവരായിട്ട് ഒന്ന് തരുമെന്ന് വിചാരിക്കാൻ വേണ്ട. ഇവർ കോഴ്സിൻ്റെ ഫീസ് വാങ്ങിക്കും, ഹോസ്റ്റലിലെ ഫീസ് വാങ്ങിക്കും, ഫുഡ് നല്ല ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബുക്ക് പ്രതീക്ഷിക്കേണ്ട, അതൊന്നും തരത്തില്ല, ഒന്നും പ്രിൻ്റ് എടുത്ത് തരത്തില്ല. ഓരോ കാര്യങ്ങളും ബൈൻഡ് അടിച്ച് സ്റ്റിക്ക് ഫയലും വാങ്ങിച്ച് ടാഗ് ഫയലും വാങ്ങിച്ച്. ഇപ്പോൾ എല്ലാത്തിനും ടാഗ് ഫയൽ വേണം. ടാഗ് ഫയൽ 30 രൂപ, സ്റ്റിക്ക് ഫയൽ 20 രൂപ, പിന്നെ ബൈൻഡിങ്ങിന് 30 രൂപ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ബൈൻഡിങ് 10 രൂപ. അപ്പോൾ എക്സ്പെൻസസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇവരൊരു കുന്തവും തരത്തില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് തരത്തില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ കാശ് ചിലവാക്കുക. അപ്പോൾ സമ്മറി ആയിട്ട് പറയുവാണെങ്കിൽ ഫീസ് സ്ട്രക്ചർ 3,20,000 വൺ സ്ട്രെച്ചിൽ 1 ടൈം പേയ്മെൻ്റ് ആണ് 1 വർഷത്തേക്ക്. പിന്നെ സിലബസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 3 മാസം പഠിത്തം, പിന്നെ ബാക്കി 3 മാസം പഠിത്തം ആയിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സാംസ് ഉണ്ട്. 5 എക്സാമാണ് ടോട്ടൽ. 2 പ്രോഗ്രസീവ് അസസ്മെൻറ്റ്, 1 ഇൻ സെമിസ്റ്റർ, 1 പ്രാക്ടിക്കൽ, 1 സെം എക്സാം. 100 മാർക്കിൻ്റെ, പ്രോഗ്രസീവ് 10 മാർക്കിൻ്റെ, ലൈക്ക് 10-10ൻ്റെ 2 എക്സാം, ടോട്ടൽ 20 മാർക്ക്. പിന്നെ ഇൻ സെമിസ്റ്റർ 20 മാർക്കിൻ്റെ, പ്രാക്ടിക്കൽസ് 30 മാർക്കിൻ്റെ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ സിലബസൊക്കെ പുതിയ സിലബസാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മളേന്ന് ഗൈഡൻസ് വാങ്ങിക്കാം, എക്സാമൊക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ നമുക്ക് വന്നപ്പോൾ വാങ്ങിക്കാൻ ഗൈഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സെമസ്റ്ററൊക്കെ ഈസിയാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക, മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ അലഞ്ഞ് തെളിഞ്ഞ് നടക്കാതെ മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ ആദ്യമായിട്ട് തുടങ്ങുന്ന ചാനലൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഞാൻ മാക്സിമം കറക്റ്റ് ചെയ്യാൻ നോക്കാം. ദാറ്റ്സ് ഇറ്റ്. ബൈ.